ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും ശുഭവും സുഖവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൽ പല ആളുകൾക്ക് വേണ്ടിയും സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ, ഹീലിംഗ് അല്ലെങ്കിൽ ഒരു നല്ല ലിസണറാണ് എന്ന് നാം മറ്റുള്ളവർക്ക് ധാരണ നൽകുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പ്രൊഫഷൻ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും നാം ആ കർമ്മത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഏതെല്ലാം സാഹചര്യത്തിലൂടെയോ ജീവിതം മുറിവേറ്റിരിക്കുന്ന വ്യക്തികളാണ് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൺസൾട്ടേഷനോ വരുന്നത്. എന്നാൽ പലപ്പോഴും അത് നമ്മുടെ ഒരു പണം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമായി അനുവദിക്കപ്പെട്ട് കൊടുക്കുന്ന മിനിറ്റുകൾക്കുള്ളിൽ ആ വ്യക്തിയെ പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും നമ്മുടേതായ മാനസിക നിലയിലൂടെ ആ വ്യക്തിയെ നാം പഠിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സംഭാഷണത്തിലൂടെ അവരാരെന്ന് മനസ്സിലാക്കുകയും ചെയ്താലും നമ്മൾ ഇറിറ്റേറ്റഡായി പോകരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും മുറിവേറ്റ് വരുന്നവൻ്റെ മുറിവിലേക്ക് വീണ്ടും ചെളി വാരി എറിയുന്നത് പോലെയോ മുളക് പൊടി വാരി എറിയുന്നത് പോലെയോ സംസാരിക്കുന്ന അനേകം സൈക്യാട്രിക് സൈക്കോളജിക്കൽ കൺസൾട്ടൻസിനെ മനസ്സിലാക്കാൻ ഇടയാകുന്ന പല അഭിപ്രായങ്ങളും പല തുറയിൽ നിന്നും ജീവിതത്തിൽ കേട്ടപ്പോഴാണ് ആർക്കെങ്കിലും പ്രയോജനമാകുവാൻ ഇങ്ങനെ ഒരു ആശയം ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത്. ഇത് എത്ര പേർ കാണുമെന്നൊന്നും ഉറപ്പില്ല. എന്നെങ്കിലും കാണുമ്പോൾ ആ വ്യക്തി അപ്രകാരമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹമെങ്കിലും ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടെ. ഒരുപക്ഷെ നന്നായി ആളുകളുടെ മനോനിലയിൽ എമ്പതിയായി അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത വിധത്തിൽ അവരുടെ നെഗറ്റീവായ സാഹചര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ കോഡ് കട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ കട്ട്, ക്യാൻസലിങ് ആൻഡ് റിലീസിങ് ഓൾ ദി നെഗറ്റീവ് എനർജീസ് ഫ്രം ദാറ്റ് പേഴ്സൺ എന്നെ എഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ. ഞാൻ ശുഭമായ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഈ വ്യക്തിയുടെ വിഷയം കേൾക്കുകയും എൻ്റെ ഒരു സജഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നാം ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷനിലൂടെ ഇടയാക്കുക. അല്ലാതെ അവരെ പെട്ടെന്ന് ആണിയടിച്ച് നീ ഇപ്രകാരമാണ് അല്ലെ നിങ്ങൾ എന്തിനു കൊള്ളാം നിങ്ങളെ എന്ന് അവരുടെ ഉള്ള മനോവികാരം കൂടെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ഇടപെടുകയാണ് എങ്കിൽ എന്ത് സന്ദേശമാണ് നമ്മളുടെ പരസ്യത്തിലൂടെ, എന്ത് സന്ദേശമാണ് നാം അവരുടെ പണത്തിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ കർമ്മഫലം കൂട്ടുന്നത്? അവരുടെ പെരുമാറ്റത്തിലൂടെ അവരെ ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട്, അതിനിതാണ് നമുക്കൊരു പ്രതിവിധിയായി എടുക്കേണ്ടത് എന്ന ആശ്വാസത്തിൻ്റെ രീതിയിൽ ഒരു സന്ദേശം നിങ്ങളിൽ നിന്ന് അല്ലെ എന്നിൽ നിന്ന് അല്ലെ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വ്യക്തി അവരുടെ വേദന നമ്മളോട് പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു നിരാശ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിസന്ധി നമ്മളുമായി പങ്കുവെക്കുമ്പോൾ കൂടമെടുത്ത് തലക്കടിച്ച് വിടുകയാണെങ്കിൽ പണം നമുക്ക് ലഭിച്ചെങ്കിലും ആർ വി റിയലി സാറ്റിസ്ഫൈഡ് എന്നുള്ള ഒരു ചോദ്യം കൊണ്ട് ഏതൊരു വ്യക്തിയെയും മനോനിലയിൽ പ്രതിസന്ധി നേരിടുന്ന, മാനസിക വിഷമത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരാളിൽ നിന്ന് പണം വാങ്ങി അവർക്കൊരു കൺസൾട്ടേഷൻ സമയം നമ്മൾ അനുവദിക്കുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം ആ പണത്തോടെങ്കിലും ദൈവത്തോടെങ്കിലും നീതി പുലർത്തി ആ വ്യക്തിയോട് അനുഭാവപൂർവ്വം പെരുമാറുവാൻ ശ്രമിക്കുവാൻ എല്ലാ തരത്തിലും ഓരോ സൈക്കോളജിക്കൽ കൺസൾട്ടേഷനും ചെയ്യുന്നവർ ശ്രമിക്കേണ്ടതാകുന്നു എന്ന് മാത്രം പറയുകയാണ്. കാരണം ജീവിതത്തിൽ മുറിവേറ്റതായ ഒരു പക്ഷിക്ക് അതിൻ്റെ മുറിവ് ഉണക്കുവാൻ സഹായിക്കുന്ന യജമാനൻ്റെ മേൽ ഒരു പ്രത്യേക വാത്സല്യവും കടപ്പാടും തോന്നും. മുറിവേറ്റതായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും തൻ്റെ മുറിവ് ഉണക്കി തനിക്ക് ജീവനിലേക്ക് തന്നെ പിടിച്ച് കയറ്റുന്നതായിട്ടുള്ള ഒരു അത്താണിയായിട്ടായിരിക്കാം ഒരു പക്ഷേ അവസാന ആശ്രയം എന്നുള്ള നിലയിൽ ജീവിത ബന്ധങ്ങൾ തകർന്നവരോ അല്ലെങ്കിൽ ജീവിത നിലയിൽ ഒറ്റപ്പെട്ടു പോയവരോ ആയവർ അവരുടെ മുൻകാല ജീവിതത്തിൻ്റെ ഇഴകളിലൂടെ ഇടനാഴികളിലൂടെ അവരെ തന്നെ പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെയൊക്കെ അവർ നിങ്ങളിങ്ങനെ ആയതാണ് അല്ലെ നിങ്ങൾ ഇത്തരക്കാരനാണ് എന്ന് പറഞ്ഞ് മോശപ്പെടുത്തി അല്ലെ നിങ്ങൾ ഇത്തരക്കാരിയാണ് എന്ന് പറഞ്ഞ് അതവർക്കറിയാം. അതിൽ നിന്ന് കരകയറി വരാൻ അവരെ ആശ്വസിപ്പിച്ച് സമാശ്വാസത്തിൻ്റെ 2 വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരും ഒരു വ്യക്തിയുടെ പ്രശ്നം കേട്ട് അതിൽ നിന്ന് പണം മാത്രം ഉണ്ടാക്കുവാനായിട്ടിരിക്കരുത് എന്നുള്ള ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളു. നമസ്കാരം.